ബാംഗ്ലൂർ നഗരത്തിനു മുകളിൽ കറുത്തിരുണ്ട കാർമേഘങ്ങൾ വിങ്ങിക്കൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ജനൽ ചില്ലുകൾക്കപ്പുറം നഗരത്തിൽ വീശുന്ന കാറ്റിൽ മഴയുടെ ഗന്ധമുയർന്നു. അഡ്വക്കേറ്റ് രാജ് ശർമ്മയുടെ ശീതീകരിച്ച ഓഫീസിനുള്ളിലെ നിശബ്ദതയെ ഭേദിച്ച് മേശപ്പുറത്ത് താളം പിടിക്കുന്ന വിക്രമിന്റെ വിരലുകളുടെ ശബ്ദമുയർന്നു. വിക്രം തന്റെ വില കൂടിയ ഇറ്റാലിയൻ സ്യൂട്ടിന്റെ കൈമടക്കുകൾ ശരിയാക്കി അക്ഷമയോടെ വാച്ചിലേക്ക് നോക്കി. അവന്റെ മുഖത്ത് പഴയ പ്രണയത്തിന്റെ നിഴൽ പോലുമില്ല. പകരം എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറണമെന്ന വ്യഗ്രത മാത്രം. എത്ര നേരമെന്ന് വെച്ച മാളവിക ഞാൻ കാത്തിരിക്കുന്നത്? എനിക്ക് സിംഗപ്പൂരിലെ ഇൻവെസ്റ്റേഴ്സുമായി 5 മണിക്ക് സൂം മീറ്റിംഗ് ഉള്ളതാ. നിന്റെ ഈ വിലാപ നാടകത്തിന് ചിലവാക്കാൻ എനിക്ക് സമയമില്ല. വേഗം ആ പേപ്പറിൽ ഒപ്പിട്, വിക്രം പൗരുഷമായി പറഞ്ഞു. മേശയുടെ അപ്പുറത്ത് നിന്നിരുന്ന മാളവിക വിറക്കുന്ന കൈകളോടെ ആ പേപ്പറിലേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ പനിനീർ പൂ പോലെ ചുവന്നിരുന്നു. വിറക്കുന്ന സ്വരത്തിൽ അവൾ ചോദിച്ചു, വിക്രം, നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങളുടെ ആയുസ് വെറും 8 വർഷം മാത്രമാണോ? നിനക്കൊന്നുമില്ലാതിരുന്ന കാലത്ത് നിന്റെ ഈ കമ്പനി പടുത്തുയർത്താൻ വേണ്ടി എന്റെ ആഭരണങ്ങളും ബേക്കറിയിലെ ചെറിയ സമ്പാദ്യവും നിനക്ക് തരുമ്പോൾ നീ പറഞ്ഞ വാഗ്ദാനങ്ങൾ ഇത്ര വേഗം മറന്നോ? വിക്രം, നമ്മൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾക്ക് ഇത്ര ആയുസുള്ളോ? വിക്രം പുച്ഛത്തോടെ ചിരിച്ചു. പഴയ കാര്യങ്ങളൊന്നും പറഞ്ഞ് എന്നെ നീ വൈകാരികമായി തളർത്താൻ നോക്കണ്ട മാളവിക. അന്ന് നീ ചെയ്തത് ഒരു ബിസിനസ് ഇൻവെസ്റ്റ്മെന്റായി കൂട്ടിക്കോ. അതിനുള്ള പണം നിനക്ക് ഞാൻ തരാം. പക്ഷേ എന്റെ ജീവിതത്തിൽ ഇനി നിനക്ക് സ്ഥാനമില്ല. വിക്രമിന്റെ വശത്തായി ചേർന്ന് നിന്ന ശ്രേയ തന്റെ നഖങ്ങളിലേക്ക് നോക്കി പരിഹാസത്തോടെ പറഞ്ഞു, ബേബി, എന്തിനാ ഇവളോട് ഇത്രയും വിശദീകരിക്കുന്നേ? മാളവിക, നീ കണ്ണാടിയിൽ നോക്കിയിട്ടുണ്ടോ? ഒരു സാധാരണ ബേക്കറിയിലെ സെയിൽസ് ഗേൾ ബാംഗ്ലൂരിലെ ഹൈ സൊസൈറ്റി പാർട്ടികളിൽ നിന്നെയും കൊണ്ടുവരുന്നത് വിക്രമിന് എത്ര വലിയ ഇൻസൾട്ടാണെന്ന് നിനക്കറിയുമോ? സ്റ്റാറ്റസ് ഇല്ലാത്ത പെണ്ണുങ്ങളെ വിക്രമിനെ പോലുള്ള സക്സസ്ഫുൾ ആയ പുരുഷന്മാർക്ക് കൂടെ കൂട്ടാൻ കഴിയില്ല. നീ വെറും ഒരു അനാഥ പെണ്ണ. വിക്രം, നീയും ഇത് തന്നെയാണോ ചിന്തിക്കുന്നത്? മാളവിക വിഷമത്തോടെ ചോദിച്ചു. ശ്രേയ പറഞ്ഞതാണ് സത്യം മാളവിക. എനിക്കിന്ന് വേണ്ടത് പവറുള്ള ബന്ധങ്ങളാണ്. നിനക്ക് അച്ഛനോ അമ്മയോ ഇല്ല, ഒരു തറവാട് പോലും ഇല്ല. അനാഥാലയത്തിൽ വളർന്ന ഒരു പെണ്ണിനെ എന്നും എന്റെ തോളോട് ചേർത്ത് പിടിക്കാൻ എനിക്ക് കഴിയില്ല. നിന്റെ ഈ ദാരിദ്ര്യം എനിക്ക് മടുത്തു. മാളവിക തന്റെ വിറക്കുന്ന കൈകളോടെ ആ കരാറിൽ ഒപ്പിട്ടു. ആ കറുത്ത മഷി പടർന്ന പേപ്പറിലേക്ക് അവളുടെ ഒരു തുള്ളി കണ്ണുനീർ വീണു. അവൾ വിക്രമിനെ നോക്കി പറഞ്ഞു, വിക്രം, ഇന്ന് നീ ഉപേക്ഷിക്കുന്നത് എന്നെയല്ല, നിന്റെ വളർച്ചക്ക് താങ്ങായി നിന്ന നിന്റെ ഭാഗ്യത്തെയാണ്. ഇന്ന് നീ എന്നെ അനാഥ എന്ന് വിളിച്ചു. പക്ഷെ ഓർക്കുക, കാലം എന്നും ഒരാളുടെ ദാരിദ്ര്യത്തിൽ കല്ലെറിഞ്ഞ് രസിക്കാറില്ല. ദൈവം എന്നെയും കാണുന്നുണ്ടാകും. ദൈവത്തെ പറ്റിയും ഭാഗ്യത്തെ പറ്റിയും പാവപ്പെട്ടവർക്ക് മാത്രമേ പറയാനുള്ളൂ. നീ ഇപ്പോ ഇവിടെ നിന്നും ഇറങ്ങിക്കോ. നിന്റെ പഴയ ബാഗും വസ്ത്രങ്ങളും മാത്രം എടുത്താൽ മതി. എന്റെ വില്ലയിലെ ഒരു മൊട്ടുസൂചി പോലും നീ തൊട്ടു പോകരുത്. ഗെറ്റ് ഔട്ട്. ആ അഡ്വക്കേറ്റ് ഓഫീസിൽ നിന്നും വിക്രം മാളവികയെ ആട്ടിയോടിച്ചു. 8 വർഷം താൻ ജീവിച്ച വീട്ടിൽ നിന്നും വെറും കൈയോടെ അവൾ പുറത്തിറങ്ങി. കയ്യിൽ തന്റെ പഴയ കുറച്ച് വസ്ത്രങ്ങൾ അടങ്ങിയ ഒരു ചെറിയ ബാഗ് മാത്രം. കെട്ടിടത്തിന്റെ പടികൾ ഇറങ്ങുമ്പോൾ മാളവികയുടെ ലോകം നിശ്ചലമായിരുന്നു. പുറത്ത് പ്രകൃതി പോലും അവളോട് കരുണ കാണിച്ചില്ല. ആകാശം കറുത്തിരുണ്ട് കനത്ത മഴ പെയ്യാൻ തുടങ്ങി. ഒരു കുട പോലുമില്ലാതെ നനഞ്ഞു കുതിർന്ന അവൾ ബാംഗ്ലൂർ നഗരത്തിലൂടെ ലക്ഷ്യമില്ലാതെ നടന്നു. അവളുടെ കവിളിലൂടെ ഒഴുകിയ കണ്ണുനീർ മഴവെള്ളത്തിൽ കലർന്നു. റോഡിനരികിൽ നിന്ന നാട്ടുകാർ അവളെ നോക്കി അടക്കം പറഞ്ഞു, കണ്ടില്ലേ, ആ വലിയ പണക്കാരന്റെ കൂടെ ആഡംബരത്തിൽ നടന്നിരുന്നവളാണ് ഇപ്പോൾ തെരുവിലായി എന്ന് ആരോ വിളിച്ചു പറയുന്നത് കേട്ട് അവൾ തളർന്നു. ഇടയ്ക്ക് വേഗത്തിൽ പോയ ഒരു ആഡംബര കാർ റോഡിലെ ചളിവെള്ളം അവളുടെ മേൽ തെറിപ്പിച്ചു കടന്നുപോയി. ആരും അവൾക്കൊരു സഹായഹസ്തം നീട്ടിയില്ല. വിശപ്പും തളർച്ചയും കൊണ്ട് അവൾ ഒരു മരച്ചുവട്ടിലിരുന്നു വിങ്ങിക്കരഞ്ഞു. ഒടുവിൽ നഗരത്തിലെ ഒരു ഇടുങ്ങിയ മൂലയിലുള്ള സൗകര്യങ്ങൾ കുറഞ്ഞ ഒരു ചെറിയ വാടകമുറിയിൽ അവൾ അഭയം പ്രാപിച്ചു. ആ രാത്രി മുഴുവൻ തറയിൽ കിടന്നവൾ കരഞ്ഞു. വിക്രം തന്നെ അനാഥ എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചത് അവളുടെ കാതുകൾ മുഴങ്ങിക്കൊണ്ടിരുന്നു. 3 ദിവസത്തോളം അവൾ ആ മുറിയിൽ ആരുമില്ലാതെ വേദന കടിച്ചു പിടിച്ചു കഴിഞ്ഞു. 3-ാം ദിവസം വൈകുന്നേരം ആ ചേരി പ്രദേശത്തെ ആളുകളെ മുഴുവൻ ഞെട്ടിപ്പിച്ചുകൊണ്ട് കണ്ണഞ്ചിപ്പിക്കുന്ന തിളക്കമുള്ള ഒരു കറുത്ത ബെൻസ് കാർ മാളവികയുടെ മുറിക്ക് മുന്നിൽ വന്നു നിന്നു. ചേരിയിലെ അയൽവാസികൾ അത്ഭുതത്തോടെ നോക്കി നിന്നു.
കാറിൽ നിന്നും കറുത്ത സ്യൂട്ട് ധരിച്ച ഗാംഭീര്യമുള്ള കിരൺ രാജ് എന്ന വ്യക്തി പുറത്തിറങ്ങി. കൂടെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. കിരൺ രാജ് മാളവികയുടെ വാതിലിൽ മുട്ടി. മാളവിക ഭയത്തോടെ വാതിൽ തുറന്നു. മോളെ മാളവിക, ഭയപ്പെടേണ്ട. എന്റെ പേര് കിരൺ രാജ്. ഞാൻ നിന്റെ അച്ഛൻ വർമ്മയുടെ ലീഗൽ അഡ്വൈസറാണ്. കഴിഞ്ഞ 28 വർഷമായി ഞാൻ ദൂരെ നിന്ന് നിന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. മാളവിക അമ്പരപ്പോടെ ചോദിച്ചു. അച്ഛനോ? എനിക്ക് അച്ഛനില്ലെന്നാണല്ലോ വിക്രം പറഞ്ഞത്. അല്ല മോളെ, നിന്റെ അച്ഛൻ വർമ്മ ഈ നഗരത്തിലെ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഉടമയായിരുന്നു. ശത്രുക്കളിൽ നിന്ന് നിന്നെ രക്ഷിക്കാനും പണത്തിന്റെ അഹങ്കാരമില്ലാതെ നീ വളരാനും വേണ്ടിയാണ് നിന്നെ അദ്ദേഹം അനാഥാലയത്തിലാക്കിയത്. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല. മാളവികയുടെ ശ്വാസം നിലച്ചതുപോലെ തോന്നി. അപ്പോൾ ഇത്രയും കാലം? അതെ, അദ്ദേഹം തുടർന്നു. നിന്റെ 28ാം വയസ്സിൽ മാത്രമേ സത്യം വെളിപ്പെടുത്താവൂ എന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. നീ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കണമെന്നും സ്നേഹത്തിന്റെ വില അറിയണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു. ആ പ്രായം ഇന്ന് കഴിഞ്ഞിരിക്കുന്നു മോളെ. വർമ്മ ഇൻഡസ്ട്രീസിന്റെ മുഴുവൻ ഉടമസ്ഥാവകാശവും ഇപ്പോൾ നിന്റെ പേരിലാണ്. ഇന്ത്യയിലും വിദേശത്തുമായി വ്യാപിച്ചു കിടക്കുന്ന 2000 കോടിയിലധികം വരുന്ന സ്വത്തുവകകൾ, ഹോസ്പിറ്റലുകൾ, റിസോർട്ടുകൾ എല്ലാം നിന്റേതാണ്. മാളവികയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ ആകെ തളർന്നു പോയി. അദ്ദേഹം തന്റെ കയ്യിലുള്ള ആ പെട്ടി തുറന്ന് ഒരു പഴയ ഫോട്ടോയും അവളുടെ അച്ഛൻ അദ്ദേഹത്തെ ഏൽപ്പിച്ച ആ ആഭരണങ്ങളും അവൾക്ക് നൽകി. വിക്രം പറഞ്ഞ വാക്കുകൾ അവളുടെ കാതുകളിൽ മുഴങ്ങി. നിനക്ക് അച്ഛനും അമ്മയുമില്ല, തറവാടില്ല, അനാഥയാണ്. കിരൺ രാജ് അവളുടെ അരികിൽ വന്നു നിന്നു. മോൾ എന്തിനായി ചെറിയ മുറിയിൽ കഷ്ടപ്പെടുന്നത്? വിക്രം നിന്നെ ചതിച്ച വിവരം വൈകിയാണ് ഞാൻ അറിഞ്ഞത്. അവൻ നിന്നോട് കാണിച്ചത് നീതിയല്ല. പക്ഷേ ഒന്ന് നീ ഓർത്തോ, ഇന്ന് നീ വിചാരിച്ചാൽ അവനെ പോലെ 100 പേരെ നിന്റെ കീഴിൽ ജോലിക്ക് വെക്കാൻ സാധിക്കും. അവളുടെ ഉള്ളിലെ ദുഃഖം വാശിയായി മാറി. ഞാൻ തോറ്റുപോയിട്ടില്ലെന്ന സത്യം തിരിച്ചറിഞ്ഞു. അങ്കിൾ, അവൾ ആദ്യമായി അയാളെ വിളിച്ചു. എനിക്ക് പണമോ പ്രതാപമോ ഒന്നും വേണ്ട. പക്ഷേ എന്നെ ചതിച്ചവർക്ക് മുന്നിൽ, എന്റെ സ്റ്റാറ്റസ് കുറവാണെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ എനിക്ക് ചിരിച്ചു കാണിക്കണം. എന്റെ സ്റ്റാറ്റസ് കുറവാണെന്ന് പറഞ്ഞവർക്ക് മുന്നിൽ എനിക്ക് ജീവിച്ച് കാണിക്കണം. ഒരു പെണ്ണിന്റെ അഭിമാനത്തിന് എത്ര വിലയുണ്ട് എന്ന് എനിക്ക് വിക്രമിന് കാണിച്ചു കൊടുക്കണം. അതെ മോളെ, അതാണ് നിന്റെ അച്ഛൻ ആഗ്രഹിച്ചതും. ഈ നിമിഷം മുതൽ നീ മാളവിക വർമ്മയാണ്, വർമ്മ ഇൻഡസ്ട്രീസിന്റെ CEO. നാളെ രാവിലെ ബാംഗ്ലൂരിലെ വർമ്മ ഇൻഡസ്ട്രീസിന്റെ ഹെഡ് ഓഫീസിൽ നിന്റെ സ്ഥാനാരോഹണ ചടങ്ങുണ്ട്. അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം. നീ വാ. അവളെയും കൂട്ടി കിരൺ രാജ് യാത്ര തിരിച്ചു. പിറ്റേന്ന് ബാംഗ്ലൂരിലെ വർമ്മ ഗ്രൂപ്പിന്റെ ആസ്ഥാന മന്ദിരം അന്ന് അക്ഷരാർത്ഥത്തിൽ ഒരു കൊട്ടാരം പോലെ അലങ്കരിച്ചിരുന്നു. പുതിയ CEO ചാർജ് എടുക്കുന്ന ചടങ്ങാണ്. ബിസിനസ് ലോകത്തെ പ്രമുഖരും വിദേശ നിക്ഷേപകരും മാധ്യമങ്ങളും ആ വലിയ ഹാൾ കീഴടക്കിയിരുന്നു. ഹാളിലെ ഏറ്റവും മുൻനിരയിൽ വിക്രമും ശ്രേയയും ഇരിപ്പുണ്ടായിരുന്നു. തങ്ങളുടെ തകർന്നുകൊണ്ടിരിക്കുന്ന ബിസിനസ് രക്ഷിക്കാൻ പുതിയ CEOയെ സ്വാധീനിക്കണമെന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. ശ്രേയ പുച്ഛത്തോടെ തന്റെ നഖങ്ങളിലേക്ക് ഊതിക്കൊണ്ടിരുന്നു. വിക്രം, നമ്മളെപ്പോലെ ഹൈ ക്ലാസ് ആളുകളെ മാത്രമേ ഈ പുതിയ CEO പരിഗണിക്കൂ. അന്ന് ആ മാളവിക പോലെയുള്ള ഒരു അനാഥയെ ഒഴിവാക്കിയത് നന്നായി. അവൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്കിവിടെ ഇരിക്കാൻ പോലും കഴിയില്ലായിരുന്നു. അവൾ ഇപ്പോൾ ഏതെങ്കിലും ചായക്കടയിൽ പാത്രം കഴുകുന്നുണ്ടാവും. വിക്രം അഹങ്കാരത്തോടെ പറഞ്ഞു. അതെ ശ്രേയ, അത് ശരിയാ. പുതിയ CEO ആരായാലും നമുക്ക് അവരെ കയ്യിലെടുക്കണം. ഇതാണ് നമ്മുടെ അവസാനത്തെ അവസരം. ഹാളിലെ ലൈറ്റുകൾ അണഞ്ഞു. വലിയ സംഗീതത്തിന്റെ അകമ്പടിയോടെ കിരൺ രാജ് സ്റ്റേജിലെ മൈക്കിന് മുന്നിലെത്തി. മാന്യരെ, നമ്മളെല്ലാവരും കാത്തിരുന്ന ആ നിമിഷം എത്തിയിരിക്കുന്നു. വർമ്മ സാറിന്റെ ഏക മകളും നമ്മുടെ ഈ വലിയ ബിസിനസ് സാമ്രാജ്യത്തിന്റെ ഏക അവകാശിയുമായ പുതിയ ചെയർപേഴ്സണെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു, മിസ് മാളവിക വർമ്മ. ഹാളിലെ വലിയ വാതിലുകൾ സാവധാനം തുറന്നു. റാണി പിങ്ക് നിറത്തിലുള്ള കാഞ്ചീപുരം പട്ടുസാരിയും കഴുത്തിൽ വിലപിടിപ്പുള്ള വജ്രമാലകളും അണിഞ്ഞ് ഒരു രാജകുമാരിയെ പോലെ തേജസ്സോടെ മാളവിക സ്റ്റേജിലേക്ക് നടന്നു വന്നു.
വിക്രമിന്റെ കയ്യിലിരുന്ന ഗ്ലാസ് തറയിൽ വീണു. അവന്റെ കണ്ണുകൾ തള്ളിപ്പോയി. ശ്രേയയുടെ മുഖത്തെ പുഞ്ചിരി മാഞ്ഞു. അവൾ പേടിയോടെ എഴുന്നേറ്റ് നിന്നു. നമ്മൾ ഇറക്കിവിട്ട ആ പൊട്ടിപ്പെണ്ണ്! വിക്രം വിറക്കുന്ന ശബ്ദത്തിൽ, ഇത് 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 നമ്മുടെ മാളവികയല്ലേ? അവൾ എങ്ങനെ മാളവിക വർമ്മയായി? മാളവിക മൈക്കിന് മുന്നിലെത്തി ശാന്തമായി നിന്നു. വിക്രമിനെയും ശ്രേയയെയും നോക്കി അവൾ ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയിൽ അവർക്കുള്ള മറുപടി ഉണ്ടായിരുന്നു. മാളവിക മൈക്കിലൂടെ ഗാംഭീര്യത്തോടെ പറഞ്ഞു, നമസ്കാരം. ജീവിതം ചിലപ്പോൾ നമ്മളെ മണ്ണിലേക്ക് ചവിട്ടിത്താഴ്ത്താൻ നോക്കും. നമ്മൾ ഒന്നുമില്ലെന്ന് ചിലർ നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ ആ ചവിട്ടുന്ന പാദങ്ങൾക്കറിയില്ല നമ്മൾ കുതിച്ചുയരാൻ പോകുന്ന ഒരു നീരുറവയാണെന്ന്. എന്നെ അനാഥ എന്ന് വിളിച്ചവർക്ക് മുന്നിൽ ഇന്നു ഞാൻ മാളവിക വർമ്മയായി നിൽക്കുന്നു. ഇനി ഇവിടെ യോഗ്യതയുള്ളവർക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. ഹാൾ ഒന്നടങ്കം എഴുന്നേറ്റ് കൈയടിച്ചു. ചടങ്ങ് കഴിഞ്ഞ് മാളവിക തന്റെ ആഡംബര കാറിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ വിക്രം ഓടി വന്ന് അവളുടെ കാലിൽ വീണു. അവിടുത്തെ ഉദ്യോഗസ്ഥർ അവനെ തടഞ്ഞു. മാളവിക പറഞ്ഞു, അവൻ പറയട്ടെ, അവനെ വിട്ടേക്കൂ. മാളവിക, എന്നോട് ക്ഷമിക്ക്. എനിക്ക് വലിയൊരു തെറ്റ് പറ്റി. നിനക്ക് ഇത്ര വലിയ പാരമ്പര്യമുണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ആ ശ്രേയ, അവളാണ് എന്നെ തെറ്റിച്ചത്. നമുക്ക് പഴയതുപോലെ ഒന്നിച്ചു ജീവിച്ചുകൂടെ മാളവിക? അവൾ അവനെ പുച്ഛത്തോടെ തട്ടി മാറ്റി. വിക്രം, നിന്റെ ഈ സ്നേഹം എന്നോടല്ല, എന്റെ ഈ 2000 കോടിയുടെ സ്വത്തിനോടാണെന്ന് എനിക്ക് നന്നായി അറിയാം. അന്ന് ഞാൻ ഒന്നുമല്ലാതായിരുന്നപ്പോൾ നീ എന്നെ ആട്ടി ഓടിച്ചു. ഇന്ന് നിന്റെ കമ്പനി ലേലത്തിലാണ്. ആ കമ്പനി ഞാൻ ലേലത്തിൽ വാങ്ങിക്കഴിഞ്ഞു. നാളെ വേണമെങ്കിൽ നിനക്ക് എന്റെ ഫാക്ടറിയിൽ ഒരു സാധാരണ തൊഴിലാളിയായി ജോലിക്ക് വരാം. ഇറങ്ങിപ്പോകൂ എന്റെ മുന്നിൽ നിന്ന്. അവൾ അത്രയും പറഞ്ഞു അവളുടെ കാറിലേക്ക് കയറി. മാളവികയുടെ ഫാക്ടറിയിൽ വിക്രം ഒരു സാധാരണ ലോഡിംഗ് തൊഴിലാളിയായി മാറി. രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലത്ത് നിന്ന് വലിയ ചാക്കുകളും ഇരുമ്പ് പെട്ടികളും ലോറിയിൽ കയറ്റുക എന്നതായിരുന്നു അവന്റെ ജോലി. കൈകൾ തഴമ്പിച്ചു, ശരീരം വെയിലത്ത് കരിവാളിച്ചു. പഴയ AC മുറികളിലിരുന്ന വിക്രമിന് ഇത് നരകതുല്യമായിരുന്നു. ഇതിനിടയിൽ മാളവിക തന്റെ ആഡംബര കാറിൽ ഫാക്ടറിയിൽ വരും. അവൾ ഇറങ്ങുമ്പോൾ വിക്രം അവളുടെ മുന്നിലൂടെ ഭാരമേറിയ പെട്ടികളും ചുമന്നു പോകും. അവൾ ഒരു തുള്ളി വെള്ളം പോലും അവന് കുടിക്കില്ലെന്ന് മാത്രമല്ല, ആ പെട്ടി താഴെ വീണാൽ അവനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ശകാരിക്കുകയും ചെയ്യും. ഇത് വിക്രമിനെ മാനസികമായി തകർക്കാനല്ല, മറിച്ച് പാവപ്പെട്ട തൊഴിലാളികളുടെ കഷ്ടപ്പാട് അവനെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായിരുന്നു. വിക്രമിന്റെ അവസ്ഥ കണ്ട് ശ്രേയ അവനെ രഹസ്യമായി കാണാൻ ഫാക്ടറി പരിസരത്തെത്തി. വിക്രം, നീ എന്തിനാണ് ഈ അഴുക്കിൽ കിടന്ന് പണിയെടുക്കുന്നത്? നോക്കൂ, നിന്റെ വസ്ത്രങ്ങൾ അഴുക്കായി, ശരീരം ആകെ മെലിഞ്ഞു. ആ മാളവിക നിന്നെ വെറും ഒരു അടിമയെ പോലെയാണ് കാണുന്നത്. നീ എന്റെ കൂടെ വാ. മാളവികയുടെ വരാനിരിക്കുന്ന മെഗാ ഹോസ്പിറ്റൽ പ്രോജക്റ്റിന്റെ കൊട്ടേഷൻ എത്രയാണെന്ന് മാത്രം എനിക്ക് പറഞ്ഞു തന്നാൽ മതി. നമുക്ക് ആ പ്രോജക്റ്റ് തട്ടിയെടുക്കാം, പഴയ പോലെ പണക്കാരാകാം. വിക്രം തളർച്ചയോടെ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ശ്രേയ, നിന്റെ വാക്ക് കേട്ട് ഞാൻ ആ പഴയ മാളവികയെ ചതിച്ചു. അന്ന് എനിക്ക് പണമായിരുന്നു വലുത്. പക്ഷേ ഇന്ന് ഈ വെയിലത്ത് പണിയെടുത്ത് കിട്ടുന്ന 500 രൂപക്ക് നിന്റെ കോടിയേക്കാൾ മൂല്യമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നു. മാളവിക ഇപ്പോൾ എന്റെ ഉടമസ്ഥയാണ്. അവളെ ചതിക്കാൻ എനിക്ക് പറ്റില്ല. നീ എന്റെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോകൂ. വിക്രം വഴങ്ങില്ലെന്ന് കണ്ടപ്പോൾ ശ്രേയ പകയോടെ അവിടെ നിന്നും പോയി. അവൾ ഒരു ഗുണ്ടയെ വാടകയ്ക്കെടുത്തു. വിക്രം ഉച്ചഭക്ഷണം കഴിക്കാൻ പോയ സമയത്ത് ആ ഗുണ്ട ഫാക്ടറിയിൽ അതിക്രമിച്ചു കയറി. വിക്രമിന്റെ പഴയ ബാഗിന്റെ രഹസ്യ അറയിൽ ഹോസ്പിറ്റൽ പ്രോജക്റ്റിന്റെ ഒറിജിനൽ ബ്ലൂ പ്രിന്റും കുറച്ച് പണവും തിരികെ വെച്ചു. വൈകുന്നേരം ഷിഫ്റ്റ് കഴിഞ്ഞ് വിക്രം പുറത്തിറങ്ങുമ്പോൾ സെക്യൂരിറ്റി ഗേറ്റിൽ വെച്ച് തടഞ്ഞു. മാഡത്തിന്റെ ഓഫീസിൽ നിന്ന് ചില രേഖകൾ കാണാതായിട്ടുണ്ട്. എല്ലാവരെയും സെർച്ച് ചെയ്യണം. പരിശോധനയിൽ വിക്രമിന്റെ ബാഗിൽ നിന്നും ഫയലും പണവും കണ്ടെടുത്തു. യൂണിയൻ ലീഡർ പറഞ്ഞു. കണ്ടില്ലേ, ഇവൻ പഴയ മുതലാളിയല്ലേ? അതിന്റെ സ്വഭാവം കാണിച്ചു. മാഡം ജോലി കൊടുത്തതിന് ഇവൻ കൊടുത്ത പ്രതിഫലം കണ്ടോ? തൊഴിലാളികൾ വിക്രമിനെ തള്ളാനും ആക്ഷേപിക്കാനും തുടങ്ങി. വിക്രം നിസ്സഹായനായി നിന്നു. അവിടേക്കാണ് മാളവികയും കിരൺ രാജും കൂടെ തന്റെ കാറിൽ വന്നിറങ്ങിയത്. മാളവിക കയ്യിലുണ്ടായിരുന്ന ഫയൽ നോക്കി. വിക്രം കരഞ്ഞുകൊണ്ട് പറഞ്ഞു. മാളവിക, ഇത് ഞാൻ ചെയ്തതല്ല. നീ എന്നെ വിശ്വസിക്കില്ലെന്നറിയാം, എങ്കിലും പറയുകയാണ്, ഞാൻ ചെയ്തിട്ടില്ല മാളവിക. അവൾ ശാന്തമായി പറഞ്ഞു. എനിക്കറിയാം വിക്രം, നീ ഇത് ചെയ്യില്ലെന്ന്. കാരണം
ഈ ഫയൽ മോഷ്ടിക്കാൻ ശ്രേയ നിന്നെ വിളിച്ചപ്പോൾ അത് നീ നിരസിക്കുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തിരുന്നു. മാത്രമല്ല ഫാക്ടറിയിലെ CCTV ദൃശ്യങ്ങൾ എനിക്കറിയാം വിക്രം, നീ ഇത് ചെയ്യില്ലെന്ന്. കാരണം ഈ ഫയൽ മോഷ്ടിക്കാൻ ശ്രേയ നിന്നെ വിളിച്ചപ്പോൾ നീ അത് നിരസിക്കുന്നത് ഞാൻ റെക്കോർഡ് ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഫാക്ടറിയിലെ CCTV ദൃശ്യങ്ങൾ തന്റെ ടാബ്ലറ്റിൽ എല്ലാവരും കാണിച്ചു തന്നു. ശ്രേയ ഏർപ്പാടാക്കിയ ആ ആൾ ബാഗിൽ ഫയൽ വെക്കുന്നത് അതിൽ നിന്നും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നിനക്കിനി ജോലി എന്റെ ഓഫീസിലാണ്. വിക്രം, നിന്റെ മാറ്റം എനിക്ക് കാണാമായിരുന്നു. നീ പണത്തേക്കാൾ സ്നേഹത്തിന് വില നൽകുന്നുണ്ടോ എന്ന് എനിക്കറിയണമായിരുന്നു. നീ ആ പരീക്ഷയിൽ ജയിച്ചു കഴിഞ്ഞു. മാളവിക ഉടനെ പോലീസിനെ വിളിച്ച് ശ്രേയയുടെ ഗൂഢാലോചന വെളിപ്പെടുത്തി. വിക്രമിനെ ഫാക്ടറിയിലെ ലോഡിംഗ് ജോലിയിൽ നിന്നും മാറ്റി ഓഫീസിലെ പ്രധാന ചുമതലയിലേക്ക് അവൾ ഉയർത്തി. ശ്രേയ തന്റെ ഓഫീസിലിരുന്ന് മാളവികയുടെ തകർച്ച ആഘോഷിക്കുമ്പോൾ അപ്രതീക്ഷിതമായാണ് പോലീസ് വാഹനം അവളുടെ ഓഫീസ് ലക്ഷ്യമാക്കി വന്നത്. ശ്രേയ, നിന്റെ നിഗൂഢ തന്ത്രം പൊളിഞ്ഞിരിക്കുന്നു. മര്യാദയ്ക്ക് ഈ വണ്ടിയിൽ കയറ്. സർ, എനിക്ക് വക്കീലിനെ കാണണം. അത് ലോക്കപ്പിലിരുന്നാകാം. മാളവിക വർമ്മയെ നിസ്സാരക്കാരിയായി കാണരുത്. നീ വിരിച്ച വലയിൽ നീ തന്നെ വീണു. മാധ്യമങ്ങൾ വളഞ്ഞപ്പോൾ തലയിൽ തുണിയിട്ട് ഇറങ്ങേണ്ടി വന്ന ശ്രേയയുടെ ആ നിമിഷം അവൾ പണ്ട് മാളവികയോട് കാട്ടിയ ക്രൂരതയുടെ തിരിച്ചടിയായിരുന്നു. ശ്രേയ അറസ്റ്റിലായ വിവരം അറിഞ്ഞ് മാളവിക ഫാക്ടറിയിലെത്തി. അവിടെ എല്ലാവരാലും ഒറ്റപ്പെട്ട് കള്ളനെന്ന് വിളിക്കപ്പെട്ട് തകർന്നിരുന്ന വിക്രമിനെ അവൾ കണ്ടു. അവളെ കണ്ടതും വിക്രം, മാളവിക, നീ എന്തിനാണ് എന്നെ രക്ഷിച്ചത്? പണ്ട് നിന്നെ ഈ ബാംഗ്ലൂർ തെരുവിലേക്ക് എറിഞ്ഞവനാണ് ഞാൻ. അന്നത്തെ എന്റെ അഹങ്കാരത്തിന് നീ എനിക്ക് തന്ന ഈ ശിക്ഷ കുറഞ്ഞു പോയി. വിക്രം, പണ്ട് നീ എന്നെ നോക്കി ചോദിച്ചു എന്റെ തറവാട് എവിടെയാണെന്ന്, എന്റെ അച്ഛൻ ആരാണെന്ന്. ഇന്ന് നിനക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ നീ ചവിട്ടി പുറത്താക്കിയ ആ അനാഥ പെൺകുട്ടിയുണ്ടല്ലോ, അവളാണിന്ന് നിന്നോട് ക്ഷമിച്ചത്. കാരണം പകയേക്കാൾ വലുതാണ് മനുഷ്യത്വമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. നീ മോഷ്ടിച്ചു എന്ന് പറഞ്ഞ ആ ഫയലുണ്ടല്ലോ, അത് വെറും പാഴ്ക്കടലാസായിരുന്നു. നിന്റെ മാറ്റം അളക്കാനുള്ള എന്റെ ഒരു പരീക്ഷണം മാത്രമായിരുന്നു അത്. കാലം കടന്നുപോയി. 2 വർഷങ്ങൾക്കു ശേഷം മധുരം ബേക്കറി. വർഷങ്ങൾക്കു ശേഷം മാളവിക തന്റെ സ്വപ്നമായ മധുരം ബേക്കറി ശൃംഖലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പണ്ട് താൻ ജോലി ചെയ്തിരുന്ന ആ പഴയ ബേക്കറിയുടെ ഓർമ്മക്കായിട്ടാണ് അവൾ ഇതിന് ഈ പേരിട്ടത്. പുതിയ ബേക്കറി കടയുടെ ഉദ്ഘാടന ദിവസം വിക്രം മാളവികയോട് ചോദിച്ചു, മാളവിക, ഈ സ്ഥാപനം തുടങ്ങാൻ കാരണം ആ പഴയ ബേക്കറി ഓർമ്മകളാണോ? അതെ വിക്രം, അന്ന് ഈ ചെറിയ കടയിൽ കേക്ക് വിൽക്കുമ്പോഴാണ് ഞാൻ യഥാർത്ഥ സന്തോഷം അറിഞ്ഞത്. നീ എന്നെ ഉപേക്ഷിച്ചതും ആ പശ്ചാത്തലത്തിന്റെ പേരിലായിരുന്നല്ലോ. അതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ തുടങ്ങണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഒരു തണുത്ത സായാഹ്നത്തിൽ വിക്രമും മാളവികയും സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മാളവിക, എനിക്ക് പ്രായശ്ചിത്തം ചെയ്യണം. നമുക്ക് ഒന്നിച്ച് ജീവിച്ചു തുടങ്ങിക്കൂടെ? വിക്രം, സ്നേഹമെന്നത് വിശ്വാസമാണ്. അത് ചില്ലുപാത്രം പോലെയാണ്. ഒരിക്കൽ തകർന്നാൽ കൂട്ടിയോജിപ്പിക്കാൻ പാടാണ്. പക്ഷേ ആ കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് പുതിയൊരു സൗഹൃദം നമുക്ക് തുടങ്ങാം. ഞാൻ നിന്നോട് പൂർണ്ണമായും ക്ഷമിച്ചിരിക്കുന്നു. പക്ഷേ പഴയ മാളവികയായി എനിക്ക് മാറാൻ കഴിയില്ല. മാളവിക എഴുന്നേറ്റ് തന്റെ ആഡംബര കാറിനടുത്തേക്ക് നടന്നു. പശ്ചാത്താപത്തോടെ ആ കാർ ദൂരേക്ക് മായുന്നത് നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ വിജയത്തിന്റെ തിളക്കവും മനസ്സിൽ കരുത്തുമുണ്ടായിരുന്നു.